ക്രിസ്ത്യൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ആഹ്വാനം ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പ. IPC ഹെബ്രോൺ ഹ്യൂസ്റ്റൺ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. കം ടു ദ പാർട്ടി തിമതി ഇൻസ്റ്റിറ്റ്യൂട്ട് ചിൽഡ്രൻസ് ഫെസ്റ്റ് 2025 തീം റിലീസ് ചെയ്തു. മർത്തോമ യുവജന സഖ്യം കുണ്ട്ര സെൻട്രൽ ക്യാമ്പ് കോൺഫിഡോ 24 തുടക്കം. സർക്കാർ നിസ്സംഗത വെടിയണം ഓർത്തഡോക്സ് സഭ. വാർത്തകൾ വിശദമായി. ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ 1ാം വാർഷിക ദിനമായ ഒക്ടോബർ 7 തിങ്കളാഴ്ച ലോകസമാധാനത്തിനായുള്ള പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ആഹ്വാനം ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇതേ ഉദ്ദേശത്തോടെ ഒക്ടോബർ 6 പാപ്പ ജപമാല പ്രാർത്ഥന അർപ്പിക്കാനായി റോമിലെ മേരി മേജർ ബസിലിക്കയിലെത്തും. സിനഡംഗങ്ങൾ ഉൾപ്പെടെ ഏവർക്കും പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുക്കാൻ ക്ഷണം. 2024-2025 വർഷത്തിൽ BSc GNM നഴ്സിംഗ് പഠനം തുടങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് IPC ഹെബ്രോൺ ഹ്യൂസ്റ്റൺ സ്കോളർഷിപ്പ് നൽകുന്നു. അർഹതപ്പെട്ട വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ തയ്യാറാക്കി ഒക്ടോബർ 30 മുൻപ് ലഭിക്കത്തക്ക നിലയിൽ IPC ഹെബ്രോൺ ചാരിറ്റി കോർഡിനേറ്റർ പട്ടാമ്പി റോഡ് പെരിന്തൽമണ്ണ എന്ന വിലാസത്തിൽ അപേക്ഷ അയക്കേണ്ടതാണ്. തിമതി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ VBS സിലബസ് ആയ ചിൽഡ്രൻസ് ഫെസ്റ്റിന്റെ ഏറ്റവും പുതിയ തീം കം ടു ദ പാർട്ടി പുറത്തിറങ്ങി. ചർച്ച് ഓഫ് ഗോഡ് സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ J. ജോസഫിൽ നിന്ന് ലോഗോ ഏറ്റുവാങ്ങി ഡോക്ടർ ഫിന്നി ഫിലിപ്പ് ഉദയ്പൂർ പ്രകാശനം നിർവഹിച്ചു. ഒക്ടോബർ 2 തിരുവല്ല മഞ്ഞാടി സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഹാളിൽ നടന്ന തിമതി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സിൽവർ ജൂബിലി സമ്മേളനത്തിലാണ് തീം പ്രകാശനം നടന്നത്. 2025 അവധിക്കാലത്തേക്ക് തയ്യാർ ചെയ്തിരിക്കുന്ന ഈ സിലബസ് തിമതിയുടെ കുഞ്ഞുങ്ങൾക്കായുള്ള 18ാമത് അവധിക്കാല പാഠ്യ പദ്ധതിയാണ്. ക്രിസ്തീയ സ്നേഹവും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് കുട്ടികളുടെ ജീവിതം യേശുവിനോടൊപ്പം ആഘോഷമാക്കാൻ ആഹ്വാനം ചെയ്യുന്നതും യേശുവിന്റെ മൂല്യവത്തായ പഠിപ്പിക്കലുകളെ ഉയർത്തിക്കാട്ടുകയും അവയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ കുട്ടികളെ ആഹ്വാനം ചെയ്യുന്നതുമാണ്. കുണ്ടറ സെന്റർ മർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് കോൺഫിഡോ 24 ഒക്ടോബർ 5-6 തീയതികളിലായി ചെങ്കോട്ട മിഷൻ ഫീൽഡിൽ വെച്ച് നടക്കുന്നതാണ്. വൈ ഡു യു ഡൗട്ട് എന്നതാണ് വിഷയം. റെവറൻ ജോബിൻ തോമസ് ജെയിംസ്, റെവറൻ ജസ്റ്റിൻ ജോൺസൺ വർഗീസ് എന്നിവർ ക്യാമ്പ് നയിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പിലാക്കുവാൻ പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നടക്കാത്ത സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിന് അന്ത്യശാസനം നൽകേണ്ടി വരുന്ന ദുർസ്ഥിതി ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് പറഞ്ഞു. കോടതി വിധി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ഉന്നയിച്ച എല്ലാ തടസ്സവാദങ്ങളും തള്ളിക്കൊണ്ടാണ് പരമോന്നത നീതിപീഠത്തിന്റെ വിധി നടപ്പിലാക്കുവാൻ ഭരണകൂടം സ്വാദിസ്ഥമാണെന്ന് കോടതി ഇതിനോടകം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ 6 പള്ളികളുടെ കേസിൽ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് ഗൗരവമായി പരിഗണിച്ച് നീതി നടപ്പിലാക്കി തരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു.